ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഇന്ന് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളെല്ലാം അത് നശിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പ് അറിയാവുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ ബാലി ചാമ്പ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ? ചെറിയ ചാമ്പയാണ്, 1.5 വർഷം പ്രായമായ ചാമ്പയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിറയെ പൂവും കായും ഒക്കെ ഇട്ട് ഒരു 3 ഞാൻ പറിച്ചു. അതിൽ ഒരെണ്ണത്തിൽ ചെറിയ കിളി കുത്തിയായിരുന്നു. ബാക്കി 2 നമുക്ക് നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റ്, കരിമ്പിൻ്റെ രുചി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഞാൻ എന്താ കാണിച്ചു തരാം. വലുതാവും, നല്ല വലിപ്പമൊക്കെ വെക്കും കേട്ടോ അതിന്. അപ്പോൾ അതുപോലെ നിറയെ അവിടെ ഉണ്ടായി നിൽക്കണുണ്ടോ? ഈ ചാമ്പ നിറയെ ഇതുപോലെ പൊട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിലായി കായായി വരുന്ന സംഭവങ്ങൾ ഈ കായ മുഴുവൻ പുഴു തിന്നുക. ഇലയിൽ കയറി വന്ന് ഇല ചുരുട്ടി വെച്ച ആ പുഴു ഇലയും ഈ പറഞ്ഞ കായും കൂടി ചേർന്ന ഭാഗത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ അപ്പടി നശിപ്പിച്ച് കളയുക. കണ്ട സങ്കടം വരും നമുക്ക്. എന്തോരം ഉണ്ടായതാണെന്നറിയാമോ? ഇതാ ഒരുപാടുണ്ടായി. ഈ ഇലയുടെ ഇവിടെ ചേർന്ന് വന്നിരുന്ന പുഴു വരും, എന്നിട്ട് ഇതാ ഇതുപോലെ കളയുവാണ്. ചാമ്പ, ബാലി ചാമ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ 3 കിട്ടിയുള്ളെങ്കിൽ ആ 3 നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ സാധാരണ ചാമ്പ പോലെയല്ല. അതുകൊണ്ട് എന്തോരം ഉണ്ടായി നിൽക്കണമെന്ന് നോക്കിക്ക്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങ് ഒരുപാട് സങ്കടമായി. ഒത്തിരി 1.5 വർഷമായുള്ളൂ ഇത് വെച്ചിട്ട്. കണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ വലിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിപ്പത്തിൽ വന്നു. നമ്മൾ നന്നായിട്ട് അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നൊരു സംഭവമാണ്. വളവും വെള്ളവും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വേനലായതുകൊണ്ട് വെള്ളം നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം നനവ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മൊത്തം പുഴു തിന്ന് പോകുന്ന ഒരു സാഹചര്യം. പുഴു തിന്നോട്ടെ, കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ് പുഴു തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വീശിരി എണ്ണം പോലും നമുക്ക് കിട്ടാത്ത രീതിയിൽ. ഇതുകൊണ്ടടാ, ഇത് കണ്ടോ? ഇങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പറിച്ച് കളയാനേ നേരമുള്ളൂ. അപ്പം അങ്ങനെ നോക്കാൻ വരാതെ വല്ല 1-2 കിട്ടിയെങ്കിൽ കഴിക്കാമെന്ന് മാത്രം. അത് അങ്ങറ്റം വരെ മൊത്തം എല്ലാത്തിലും തന്നെ എല്ലാ ബ്രാഞ്ചസിലും ഇഷ്ടം പോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാൻ മറന്നു പോകരുത്. പിന്നെ എല്ലാവരും നല്ല അല്ലേ? എനിക്കപ്പോൾ ഇന്നത്തെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം. അപ്പം നിങ്ങളെ ഇതുണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക്, ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് നല്ല സന്തോഷം തരുന്നൊരു സംഭവം. ഇതങ്ങ് പൊട്ടിച്ചെടുത്താലോ എന്ന് നമുക്ക്. ഇനി അധികം നമുക്കിതിനെ വെച്ചുകൊണ്ടിരിക്കണം. ഇതങ്ങ് പൊട്ടിക്കാമല്ലേ? ഇത്രയും വലിപ്പം വെച്ചതല്ലേ, ഇനി ഇട്ടേക്കണ്ട. ഇന്ന് ഞാനതങ്ങ് പൊട്ടിക്കും കേട്ടോ. നല്ല മഞ്ഞ കളറുണ്ട്. പച്ചയായിട്ടാണ് ഇതിനകത്ത് തോന്നുന്നത്. എങ്കിലും നല്ല വലിപ്പം വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സീഡ്ലെസ് ലെമൺ. ഇത് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് ഇഷ്ടം പോലെ അതിനകത്ത് അതിലവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇതിനി 2 വേണ്ട ഒരു ദിവസം. അപ്പോൾ ഇത് അടുത്ത ദിവസം എടുക്കാം. ഇതൊക്കെ ഞാൻ കാണിച്ച് തന്നേക്കണതാണ്. അപ്പോൾ ഇന്ന് പറയാൻ വന്നത് മറ്റു ചാമ്പയുടെ കാര്യം മാത്രമാണ്. അപ്പോൾ അതറിയാമെങ്കിൽ പറഞ്ഞു തരിക. ഇത് നമുക്കിന്ന് പൊട്ടിച്ചൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അതിനകത്ത് ഒരു കുരു പോലുമില്ല. സീഡ്ലെസ് ലെമൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഞാനിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളിലേക്കൊക്കെ നോക്കും. ഇടയ്ക്കിങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞോണം ഞാൻ വരും കേട്ടോ. അന്ന് ഇതിനകത്തെല്ലാം നോക്കും. എന്തായി, എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ വളർന്നോ, കായിടുന്നുണ്ടോ, പൂവിടുന്നുണ്ടോ എന്നുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് എന്താണെന്നറിയത്തില്ല. നമുക്ക് ഇതിനോടൊരു ക്രേസ് എന്താ പറയണേ, ഒരു ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് നമ്മളതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ, നട്ടിട്ട് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇത് നമ്മുടെ സപ്പോട്ട നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ഉണ്ടായിരുന്നു. പ്രാവശ്യം ഉണ്ടായി വരുന്നുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ
അപ്പോൾ നിങ്ങൾ ആ കാര്യം മറന്നു പോകേണ്ട എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ ഇപ്രാവശ്യത്തെ വെയിൽ കാരണം ഉണ്ടല്ലോ, ഞങ്ങളിത് ഇങ്ങനെ ഇത് മാംഗോസ്റ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിലത്ത് ഇത് മൊത്തം അങ്ങ് ഉണങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ ഒരു പഴയ വീഡിയോയിലുണ്ട്. അതാ ഇതുപോലെ കരിഞ്ഞു പോയായിരുന്നു ഇല മൊത്തത്തിൽ. അപ്പോൾ 1-2 ഇല ഒഴിച്ച് ബാക്കി എല്ലാം പോയതാണ്. പക്ഷേ ഞങ്ങൾ വേഗം തന്നെ ആ കഠിന വെയിലത്ത് കോല് ഇങ്ങനെ 4 സൈഡിലും കോല് കുത്തി മൊത്തം ഇങ്ങനെ ഓലമടലൊക്കെ വെച്ച് നമ്മൾ പണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വെക്കേഷൻ്റെ അവധിക്ക് നമ്മൾ ചെയ്യുമായിരുന്നില്ലേ, മാടം കെട്ടിക്കൊടുത്ത് അങ്ങനെ ഇതിനെ സംരക്ഷിച്ച് ഇപ്രാവശ്യം 3-4-5 ബ്രാഞ്ചസൊക്കെ ആയിട്ട് വന്ന് ഇപ്പം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വേനൽ അധികം ഏൽക്കണതിന് മുമ്പാട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ അങ്ങനെ ഈ പച്ച ഷീറ്റില്ലേ അതിങ്ങനെ കെട്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ അവിടെ നിൽക്കണേ ഓരോ തൈകൾക്കും നമ്മളതങ്ങനെ അത്യാവശ്യം മറ്റേ ജാതി, റംബൂട്ടാൻ, മാവ് ഇതിനൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. പിന്നെ വേറൊരു വിശേഷമുണ്ട് കേട്ടോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.